കൗൺസിൽ നിയമനത്തിന് അനിൽ ആന്റണി 25 ലക്ഷം രൂപ കോഴ വാങ്ങിയതായി നന്ദകുമാർ ഇന്നലെ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഈ വിഷയത്തിൽ കാര്യങ്ങൾ അറിയാവുന്ന രണ്ടുപേരിൽ ഒരാളായി BJP സാറിനെയും മറ്റൊരാളായി ഉമാ തോമസിനെയും പരാമർശിക്കുകയും ചെയ്തിരുന്നു. ഉമാ തോമസിനോട് ചോദിച്ചോ? ഉമാ തോമസിന്റെ പ്രതികരണം നന്നായിട്ട് അറിയില്ല, എനിക്ക് നേരിട്ടറിയില്ല. ഈ CBI സ്റ്റാൻഡിംഗ് കൗൺസിലിൻ്റെ കാര്യമോ കാശ് മേടിച്ച് അതിന് കാശ് മേടിച്ചതൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനൊന്നും എന്നോട് ആരും എനിക്ക് പറഞ്ഞിട്ടില്ല. എനിക്കതിനകത്ത് അറിയാവുന്ന ശ്രീ നന്ദകുമാർ ഒരിക്കൽ എന്നെ സമീപിച്ച് ശ്രീ അനിൽ ആന്റണി അദ്ദേഹത്തിന് കുറച്ച് പൈസ കൊടുക്കാനുണ്ട്, അത് കിട്ടിയില്ല, അത് ചോദിച്ചിട്ട് തന്നില്ല, അതിനകത്ത് ഞാനൊന്ന് ആ പൈസ തരാനായിട്ട് പറയണം എന്ന് പറഞ്ഞു. അത് ഞാൻ അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ ആ പൈസ കൊടുക്കണമെന്ന് അത് എൻ്റെ ഓർമ്മ എനിക്കതിനകത്ത് അത് അനിൽ ആന്റണിയോടാണോ പറഞ്ഞത് ആന്റണി സാറിനോടാണോ പറഞ്ഞതെന്ന് അതെനിക്ക് ഓർമ്മയില്ല. എന്തായാലും ഒരാളോട് ഇങ്ങനെ പൈസ കൊടുക്കാനുണ്ടെങ്കിൽ ആ പൈസ തിരികെ കൊടുക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത്ര ഓർമ്മ എനിക്ക് ഇക്കാര്യത്തിൽ പോലും. ഞാൻ ഇന്ന് TV ചാനലിലെല്ലാം ഞാൻ ഇതിനെക്കുറിച്ച് നന്ദകുമാർ പറഞ്ഞത് കണ്ടു, TV ചാനലുകൾ പറഞ്ഞതെല്ലാം കണ്ടു. ഈ CBI കാര്യമോ നിയമന കാര്യമൊന്നും എനിക്കറിഞ്ഞില്ല. 25 ലക്ഷം രൂപ എത്ര ലക്ഷം രൂപ ആണെന്നുള്ള ഒരു എന്നോട് പറഞ്ഞതായിട്ട് എനിക്ക് ഓർമ്മയില്ല. അത് ഞാൻ ചോദിച്ചില്ല, എന്നോട് പറഞ്ഞില്ല. കാര്യം അത്തരം ഡിസ്കഷൻ്റെ ആവശ്യം ഒന്നും എനിക്ക് അന്നേരം തോന്നിയില്ല. രണ്ടാമത്തെ കാര്യം വെച്ചാൽ നന്ദകുമാർ വന്ന് എന്നോട് ശ്രീ AK ആന്റണി സാറിൻ്റെ അടുത്ത ആളാണല്ലോ കുര്യൻ സാറ്, എനിക്കൊരു സഹായം ചെയ്യണം, എനിക്കിങ്ങനെ അനിൽ ആന്റണി പൈസ തരാനുണ്ട്, അത് കിട്ടിയില്ല, തരുന്നില്ല, അത് സാറ് ഇടപെട്ട് പറയണമെന്ന്. അത്രയും ശരിയാ, അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ കൈക്കൂലി മേടിച്ചതോ നിയമനക്കാര്യമോ അങ്ങനെയുള്ള ഒരു കാര്യവും എനിക്ക് അറിഞ്ഞൂടാ. ഡിഫൻസ് നോട്ടുകൾ അനിൽ ആന്റണി അതൊന്നും ഇല്ലില്ല. ഞാൻ അതിന് അത്തരം സാധ്യതകളൊന്നും ഉള്ളതായിട്ട് എനിക്കറിഞ്ഞില്ല. എൻ്റെ അറിവിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്നുമില്ല. ബന്ധപ്പെട്ട കാര്യങ്ങളാണെന്നാണ്. അല്ല, അതാ എൻ്റെ അറിവിൽ അത്തരം കാര്യമൊന്നും ഇല്ല. എൻ്റെ അറിവ് നേരിട്ട് വരുമായിരുന്നു, ഫോണിലൂടെ വിളിച്ചായിരുന്നു നന്ദകുമാർ? എനിക്ക് ഞാനിത് കുറേ വർഷം നടന്നുകൊണ്ട് കൂടുതൽ എനിക്ക് ഓർമ്മയില്ല. നേരിട്ട് തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു. സാറ് ഡൽഹി ഓഫീസിൽ വന്ന് കാണുകയായിരുന്നു ആയിരിക്കും. അതെ, നേരിട്ടാണെന്നാണ് എൻ്റെ ഓർമ്മ. അത് പിന്നെ എനിക്ക് അതിനകത്ത് സത്യത്തിൽ വ്യക്തമായ ഓർമ്മയില്ല, നേരിട്ടാണെന്നാണ് എനിക്ക്. എന്തിനാണ് ഈ പണമെന്ന് ചോദിച്ചില്ല? ഇല്ല, ഞാൻ ചോദിച്ചില്ല. അത് അങ്ങനെ എന്തിനാണ് ചോദിക്കുന്നത്? ഇപ്പോഴ് അത് ഒരു സിമ്പിൾ എന്നാണ് പറയുന്നത്, ഒരു ഇങ്ങനെ പണം നന്ദകുമാറിന് കിട്ടാനുണ്ട് പണം എന്ന് പറയുമ്പോൾ എനിക്കത് ഡിസ്പ്യൂട്ട് ചെയ്യേണ്ട കാര്യമില്ല. എന്തിനാണെന്ന് കാര്യം, ഒരാൾ എനിക്ക് പണം കിട്ടാനുണ്ട്, മറ്റൊരാൾ തരാനുണ്ട് എന്ന് പറഞ്ഞാൽ കിട്ടാനുണ്ടെന്ന് പറയുന്നത് എന്തിനു കൊടുത്തതാണ് അല്ലെങ്കിൽ എന്തിനു കിട്ടാനുള്ള എനിക്ക് തന്നെയല്ല ഡൗട്ട് ചെയ്യേണ്ട കാര്യവും എനിക്ക് ഇല്ല. ഈ ചോദിച്ചിരുന്നു അതിനുശേഷം അനിൽ ആന്റണിയോടോ അല്ലെങ്കിൽ AK ആന്റണിയോട് ഈ വിവരം ധരിപ്പിച്ചിരുന്നു? ഞാൻ അതെ, എനിക്ക് നന്ദകുമാർ പൈസ കൊടുക്കാനുണ്ടെന്ന് നന്ദകുമാർ പറയുന്നു. അത് ശരിയാണെങ്കിൽ പൈസ അത് കൊടുക്കണം എന്ന് മാത്രം. AK ആന്റണിയോടാണോ? അത് ഞാൻ ഓർക്കുന്നില്ല. ഞാനതാ പറഞ്ഞത്, രണ്ടിലൊരാളാണ്.